പാർലമെന്റിൽ ശീതകാല സമ്മേളനത്തിൽ വന്ദേമാതരമാണ് കുറച്ചു ദിവസങ്ങളായി പ്രധാന ചർച്ചാ വിഷയം. പ്രതിപക്ഷം ഉന്നയിക്കുന്ന വോട്ട് ചോരി അടക്കമുള്ള ആരോപണങ്ങളെ മനഃപൂർവ്വം മൂടിവെച്ച് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ബിജെപിയുടെ ഗൂഢശ്രമമാണ് വന്ദേമാതരം എന്നതിൽ സംശയം വേണ്ട. കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും കരിവാരിത്തേക്കാനുള്ള തന്ത്രമായിട്ടാണ് വന്ദേമാതരം ഉയർത്തിക്കൊണ്ടുവന്നതെങ്കിലും ലക്ഷ്യം അടിമുടി പാളി. രാജ്യസഭയിൽ ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗ് നടത്തിയ പ്രസംഗം അക്ഷരാർത്ഥത്തിൽ ഭരണപക്ഷത്തിന്റെ വായടപ്പിച്ചു കളഞ്ഞു. വന്ദേമാതരത്തെക്കുറിച്ച് ബിജെപി നടത്തിയ ചർച്ചകൾക്ക് ചുട്ട മറുപടി നൽകിക്കൊണ്ട് RSSന്റെ ചരിത്രപരമായ നിലപാടുകളെ അദ്ദേഹം സഭയിൽ വലിച്ചുകീറി. രാജ്യസ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് ആർക്കും നൽകേണ്ടെന്ന് ബിജെപിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ദേശീയ പതാക, ദേശീയഗാനം, സ്വാതന്ത്ര്യ സമരം എന്നിവയുമായി ബന്ധപ്പെട്ട RSSന്റെ നിലപാടുകളിലെ വൈരുദ്ധ്യങ്ങളാണ് സഞ്ജയ് സിംഗ് സഭയിൽ രേഖാമൂലം തുറന്നു കാണിച്ചത്. വന്ദേമാതരം വിളിച്ച് ജയിലിൽ പോയ RSSലെ 4 പേരുടെ പേര് പറയാൻ കഴിയുമോ എന്നായിരുന്നു ബിജെപിക്ക് നേരെ സഞ്ജയ് സിംഗ് ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു, ഖുദീറാം ബോസ് തുടങ്ങിയ ധീര രക്തസാക്ഷികൾ വന്ദേമാതരം മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് തൂക്കുകയറിനെ പുൽകിയത്. എന്നാൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതിന്റെ യാതൊരു ചരിത്രവും RSSനില്ല. അതുകൊണ്ടാണ് സർദാർ വല്ലഭായ് പട്ടേലിനെ സ്വന്തം ആളായി അവതരിപ്പിക്കാൻ ബിജെപി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ കൊലപാതക കേസിൽ RSS പ്രവർത്തകരെ 18 മാസത്തോളം ജയിലിലടച്ച കാര്യമാണ് ചരിത്രരേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് സഞ്ജയ് സിംഗ് ചൂണ്ടിക്കാട്ടിയത്. RSSന്റെ നിരോധനം നീക്കിയപ്പോൾ ത്രിവർണ്ണ പതാകയെ അംഗീകരിക്കണം എന്ന വ്യവസ്ഥ വെച്ച ശേഷമാണ് അവരെ പുറത്തുവിട്ടത്. അതായത് അക്കാലത്ത് RSS ദേശീയ പതാകയെ പോലും അംഗീകരിച്ചിരുന്നില്ല എന്ന് സാരം. RSS ആസ്ഥാനത്ത് 52 വർഷക്കാലം ത്രിവർണ്ണ പതാക ഉയർത്തിയില്ല എന്നതാണ് ഏറ്റവും ഗൗരവകരമായ ആരോപണം. മാത്രമല്ല, വിജയ്, ഉന്മദ്, ദിലീപ് എന്നീ 3 പേർ RSS ആസ്ഥാനത്ത് ദേശീയ പതാക ഉയർത്തിയപ്പോൾ അവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യുകയും 13 വർഷത്തോളം കേസ് നടത്തുകയും ചെയ്തു. സ്വന്തം ഓഫീസിൽ ദേശീയ പതാക ഉയർത്തിയെന്ന കുറ്റത്തിന് കേസ് കൊടുത്തവരാണ് ഭാരതമാതാവിന്റെ യഥാർത്ഥ മക്കൾ എന്ന് പറയുന്നതെങ്കിൽ അത് രാജ്യത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയാണെന്നും ത്രിവർണ്ണ പതാകയെ എതിർത്തവർക്ക് ഒരിക്കലും ഭാരതമാതാവിന്റെ യഥാർത്ഥ പുത്രന്മാരാകാൻ കഴിയില്ലെന്നും സഞ്ജയ് സിംഗ് സഭയിൽ വ്യക്തമാക്കി. ദേശീയഗാനത്തോടുള്ള RSSന്റെ നിലപാടും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. 1949 ഡിസംബർ 28 RSS മുഖപത്രമായ ഓർഗനൈസറിലെ ലേഖനം അദ്ദേഹം സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ജനഗണമന ദേശീയഗാനമായി തെരഞ്ഞെടുക്കുന്നതിലെ ധാർമ്മികമായ പിൻബലം എന്താണെന്നും അതിനെ ഒരു വിനോദ ഉപാധിയാക്കി മാറ്റുന്നതിലെ നീതീകരണം എന്താണ് എന്നുമാണ് ഓർഗനൈസർ ചോദിച്ചത്. ദേശീയഗാനത്തെ പോലും എതിർത്തതിന്റെ പേരിൽ പ്രധാനമന്ത്രിയും RSSനെ മാതൃകയാക്കുന്ന മുഴുവൻ ബിജെപിയും രാജ്യത്തോട് മാപ്പ് പറയണമെന്നും ഈ രേഖ സഭയുടെ മേശപ്പുറത്ത് വെച്ചുകൊണ്ട് സഞ്ജയ് സിംഗ് ആവശ്യപ്പെട്ടു. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളെ തകർക്കാൻ RSS മുൻനിര നേതാക്കൾ ബ്രിട്ടീഷ് ഗവർണർമാർക്ക് കത്തെഴുതിയ ചരിത്രവും അദ്ദേഹം വെളിപ്പെടുത്തി. ഭാരതീയ ജനസംഘത്തിന്റെ ആദ്യ ദേശീയ അധ്യക്ഷനും അന്നത്തെ സർക്കാരിൽ ധനമന്ത്രിയുമായിരുന്ന ശ്യാമപ്രസാദ് മുഖർജി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തെ തകർക്കാൻ ഇംഗ്ലീഷ് ഗവർണർ ഹെർബർട്ടിന് കത്തെഴുതി. കോൺഗ്രസിന്റെ മികച്ച ശ്രമങ്ങൾക്കിടയിലും ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം പരാജയപ്പെടുന്ന രീതിയിൽ വേണം ബംഗാൾ പ്രവിശ്യയുടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനത്തെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചതിലൂടെയാണ് ബിജെപിയുടെയും അവരുടെ മുൻഗാമികളുടെയും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇതുകൂടാതെ ജിന്നയുമായി RSSനുണ്ടായിരുന്ന മധുരബന്ധത്തെക്കുറിച്ചും സഞ്ജയ് സിംഗ് സഭയെ അറിയിച്ചു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്യാമപ്രസാദ് മുഖർജി കത്തെഴുതിയത് പാകിസ്ഥാൻ രൂപീകരിച്ച ശേഷം അവിടുത്തെ ആഭ്യന്തരമന്ത്രിയായ ഫസ്ലുൽ ഹക്കിന്റെ സർക്കാരിൽ ഇരുന്നുകൊണ്ടാണ്. പാകിസ്ഥാന്റെ പിറവയ്ക്ക് ശേഷം ആഭ്യന്തരമന്ത്രിയായ വ്യക്തിയുമായി സഖ്യമുണ്ടാക്കി ഭരിച്ചവരാണ് ബിജെപിയുടെ മുൻഗാമികൾ. വന്ദേമാതരം എന്നതിന്റെ അർത്ഥം മാതൃഭൂമിയെ വന്ദിക്കുക എന്നതാണ്. എന്നാൽ നിങ്ങൾ എങ്ങനെയാണ് മാതൃഭൂമിയെ വന്ദിക്കുന്നതെന്നും സഞ്ജയ് സിംഗ് ചോദിച്ചു. മാതൃഭൂമിയെ വന്ദിക്കുന്നതിന്റെ പേരിൽ ഹിന്ദുസ്ഥാന്റെ വിമാനത്താവളങ്ങൾ, റെയിൽവേ, കടൽ തീരങ്ങൾ, കൽക്കരി, ഗ്യാസ് എന്നിവയെല്ലാം വിറ്റഴിച്ചു. വെറും 1 രൂപയ്ക്ക് അദാനിക്ക് 1050 ഏക്കർ ഭൂമിയും ലക്ഷക്കണക്കിന് മരങ്ങളും നൽകിയത് മാതൃഭൂമിയെ വന്ദിക്കുന്നതിന്റെ ഭാഗമാണോ? മാതൃഭൂമിയെ വിൽക്കുന്നവരാണ് നിങ്ങൾ, വന്ദിക്കുന്നവരല്ല. സൈനികരെ 4 വർഷത്തെ അഗ്നിവീർ പദ്ധതിയിലേക്ക് കൊണ്ടുവന്നതിലൂടെ രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കുന്ന വന്ദേമാതരം മുദ്രാവാക്യം വിളിക്കുന്ന ജവാന്മാരുടെ നെഞ്ചിൽ കുത്തുകയാണ് സർക്കാർ ചെയ്തത്. സൈക്കിൾ കള്ളന്മാരെക്കുറിച്ചും സ്കൂട്ടർ കള്ളന്മാരെക്കുറിച്ചും ഒക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ വോട്ട് കള്ളന്മാരായി മാറിയിരിക്കുന്നു. ഉത്തർപ്രദേശിൽ 3 കോടി വോട്ടുകൾ മോഷ്ടിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. ഇങ്ങനെയാണോ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നത്, മാതൃഭൂമിയെ സേവിക്കുന്നത്? ഈ രാജ്യത്തെ ഒരു സർക്കാരിനെയും വന്ദേമാതരം, ഭാരത് മാതാ കി ജയ് എന്നിവ വിളിച്ചുകൊണ്ട് രാജ്യത്തെ കൊള്ളയടിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. വന്ദേമാതരം മുദ്രാവാക്യം രാജ്യസ്നേഹത്തിന്റെയും രാജ്യരക്ഷയുടെയും മുദ്രാവാക്യമാണ്. അത് നിങ്ങളുടെ പാപങ്ങളെ മറച്ചുവെക്കാനുള്ള മുദ്രാവാക്യമല്ല.
ഭിന്നിപ്പിക്കാനും വ്യാജവാദങ്ങൾ ഉന്നയിക്കാനും BJP നടത്തുന്ന ശ്രമങ്ങളെ പ്രതിപക്ഷം ഒട്ടും ഭയപ്പെട്ടില്ല എന്ന് മാത്രമല്ല, കൃത്യമായ ചരിത്രരേഖകൾ ഉപയോഗിച്ച് BJPയുടെ വാദങ്ങൾ തകർത്തെറിയാനും സഞ്ജയ് സിംഗിന് കഴിഞ്ഞു. രാജ്യദ്രോഹം ചെയ്തത് ആരൊക്കെയാണ്, ത്രിവർണ്ണ പതാകയെ എതിർത്തത് ആരൊക്കെയാണ്, ദേശീയഗാനത്തെ എതിർത്തത് ആരൊക്കെയാണെന്ന ചരിത്രം രാജ്യം മുഴുവൻ അറിയേണ്ടതുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതുകൊണ്ട് ആരാണ് രാജ്യത്തോട് കൂറുള്ളവർ, ആരാണ് വഞ്ചകർ എന്ന് കാലം തെളിയിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് സഞ്ജയ് സിംഗ് തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. ഈ ചരിത്ര സത്യങ്ങളെല്ലാം ഗോദി മീഡിയ മനഃപൂർവ്വം മറച്ചു പിടിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.